ഏറ്റവും ശ്രേഷ്ഠനായ, ഉന്നതനായ, ഭയങ്കരനായ, ബലവാനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെ സേവിക്കാൻ ലഭിച്ച അവസരം എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമേറിയ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സുദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാത ചിന്തയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ പേര് പറയാത്ത ഒരു ദേശത്തെക്കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ആ ദേശത്തിലെ നിവാസികളെക്കുറിച്ചുള്ള ഒരു വിവരണം വളരെ ശ്രദ്ധേയമാണ്. അതികായകന്മാരും ഭയങ്കരന്മാരും മൃതചേർമ്മികളും അപ്പോൾ തന്നെ ദേശത്തെ വിഭാഗിക്കുന്നവരും മറ്റുള്ളവർക്ക് ഭീതി ഉളവാക്കുന്നവരുമായ ഒരു കൂട്ടം ജനതയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ അധ്യായം അവസാനിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിൽ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽക്കാഴ്ച അവർ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രസ്താവനയോടുകൂടെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. നമ്മുടെ ദൈവം ഭൂലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ വരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എത്ര ഭയങ്കരന്മാരായിരുന്നാലും എത്ര ഉന്നതന്മാരായിരുന്നാലും ദൈവത്തിന് മുമ്പിൽ അവർക്കെല്ലാവർക്കും അടിയറവ് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എല്ലാ നാവും ഏറ്റുപറയും, എല്ലാ മുഴങ്കാലും മടങ്ങും. നമ്മുടെ ദൈവം ഏറ്റവും ഉന്നതനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒന്നുകൂടെ നമ്മെ ഓർപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം എന്ന് പറയുന്നത്. ഭയങ്കരന്മാരായിരുന്നാലും ആർക്കും കീഴ്പ്പെടാത്തവരായിരുന്നാലും എല്ലാവർക്കും ഭീതി ഉളവാക്കുന്നവരായിരുന്നാലും അവരെല്ലാവരും നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ വണങ്ങുന്ന ഒരു ദിനം അതിവിദൂരമല്ല. നാം സേവിക്കുന്ന ദൈവം ആരിലും ഉന്നതനായ ദൈവമാണ്. വചനം പറയുന്നു, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന കർത്താവാണ്. അവൻ എല്ലാവരിലും ശ്രേഷ്ഠനായ ദൈവമാണ്. 10,000-ങ്ങളിൽ സുന്ദരനായ ദൈവമാണ്. അവനൊപ്പം ചൊല്ലുവാൻ ആരുമില്ല. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠനായ, ഉന്നതനായ, ഭയങ്കരനായ, ബലവാനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെ സേവിക്കാൻ ലഭിച്ച അവസരം എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമേറിയ ഒന്നാണ്. അപ്രകാരം ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ മുട്ടുമടക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവ് യേശുവിനെ രക്ഷകൻ അംഗീകരിക്കാത്ത, യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നു എങ്കിൽ ഇന്ന് ഒരുപക്ഷെ നാം യേശുവിനെ തള്ളിക്കളഞ്ഞേക്കാം. ഇന്ന് ഒരുപക്ഷെ നാം ദൈവത്തെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ കർത്താവ് യേശു വാണരുളുന്ന, നമ്മുടെ ദൈവം വാണരുളുന്ന ഒരു സുദിനം ഏറ്റവും ആസന്നമാണ്. ആ ദിനത്തിൽ എല്ലാവരും ആ ദൈവത്തിന് മുമ്പാകെ തിരുമുൽ കാഴ്ചയുമായി പോകേണ്ടി വരും. അഥവാ ആ ദൈവത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കേണ്ടി വരും. ആ ദൈവത്തെ ദൈവമായി നാം എല്ലാവരും ഏറ്റുപറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ്സിൽ വെച്ച് തന്നെ ആ വലിയവനായ, ഉന്നതനായ, ശ്രേഷ്ഠനായ ദൈവത്തെ ആരാധിക്കാനും ആ ദൈവത്തിൻ്റെ പാദങ്ങൾ പിന്തുടരുവാനും നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിനെ നമ്മുടെ കർത്താവായി, രക്ഷിതാവായി അംഗീകരിച്ച് സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി തീരാം. അതിനായി വചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.